വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ആളുകളുടെ ജീവൻ ഇങ്ങനെ ഇത്തരത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. 40 പേരുടെ മരണം വിജയെ കാണാനും വിജയുടെ സംസാരം വിജയ് പറയുന്നത് കേൾക്കാനും വേണ്ടി എത്തിയ ആളുകളുടെ ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. അതിദാരുണമായിട്ടുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇന്ന് വൈകിട്ട് 7:15 ഈ ഒരു അപകട വിവരം പുറത്തേക്ക് വരുന്നത്. ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് കുട്ടികളടക്കമുള്ള കൈക്കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. ഏറെ ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായിട്ടുള്ള സംഭവമാണ്. രാജ്യം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. തമിഴ്നാട് കാരൂറിൽ നടന്ന ഈ ഒരു അപകടത്തിൻ്റെ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ ഒരു അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നാമക്കലിലായിരുന്നു ഇന്ന് നടൻ വിജയ് ഈ ഒരു റാലി നടത്തിയത്. കഴിഞ്ഞ 3 ആഴ്ചയായി വിജയ് ഇത്തരത്തിൽ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. തമിഴക വെട്രി കഴകത്തിൻ്റെ റാലിയാണ്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് വിജയുടെ റാലി ഉണ്ടാകുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ 2 ശനിയാഴ്ചയും നടന്നു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് ഇപ്പോൾ ഈ നാമക്കലിലും കാരൂർ പ്രദേശത്തും റാലി നടത്തിയത്. മുൻപ് നടത്തിയ റാലികളിലും വലിയ ജനപങ്കാളിത്തവും നിരവധി ആളുകളാണ് വിജയെ കേൾക്കുവാനായി എത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് നാമക്കലിലേക്കും ആളുകൾ എത്തിയത്. പക്ഷേ അതിദാരുണമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഈ ഒരു റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 40 പേരുടെ മരണമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളും ഗർഭിണികളും സ്ത്രീകളും അടക്കമുള്ള ആളുകളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഈ ഒരു 7:15 നിരവധി ആളുകൾ കുഴഞ്ഞു വീഴുകയും അവരെയെല്ലാം സമീപത്തെ കാരൂരെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 40-ലധികം പേരുടെ വളരെയധികം ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ്, ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പ് തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിനുവേണ്ടി ജനങ്ങളും പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കണം. ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിദാരുണമായിട്ടുള്ള സംഭവം, ഏറെ ഞെട്ടിക്കുന്ന സംഭവമാണ്. വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെടുകയാണ് DMK ഒരു സമയത്ത്. 40 പേരുടെ മരണം ഉണ്ടായ സാഹചര്യത്തിൽ വിജയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം തന്നെയാണ് DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. റാലിയിൽ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് അപകടം എന്ന് തന്നെയാണ് DMK പറയുന്നത്. ഗൗതം, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഈ മരണസംഖ്യ കൂടിയിരിക്കുകയാണ്. 40 എന്നുള്ള നമ്പറിലേക്ക് വന്നിരിക്കുകയാണ്. അതീവ ദുഃഖകരവും അതീവ ദൗർഭാഗ്യകരവുമായിട്ടുള്ള സംഭവം എന്നുള്ളതാണ്. നിരവധി ആളുകളുടെ പ്രതികരണവും ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെടുകയാണ് DMK എന്നുള്ളതാണ്. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? നമ്മുടെ ന്യൂസ് തമിഴിൻ്റെ റിപ്പോർട്ടർമാരടക്കം അവിടെ ഉണ്ടല്ലോ. അവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, ഏറ്റവും ദൗർഭാഗ്യകരമായ വിവരങ്ങളാണ് അവരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. അതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളതും. സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പേർ ഇനിയും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നത് ആശങ്കകരമായി നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റ് അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയിരുന്നത് 50-ലധികം പേരാണ്. അതിൽ 40 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ ആ അപകടത്തിൻ്റെ, ആ ദുരന്തത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 50-ലധികം പേർ, ഏകദേശം 60ഓളം പേർ എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ നമുക്ക് നൽകിയ വിവരം. അതായത് 60 പേരുണ്ടെങ്കിൽ പോലും 60 പേരിൽ 40 പേരുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് വലിയ അപകടം നടന്നിരിക്കുന്നു കാരൂരിൽ എന്നത് ഒരു തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ വാർത്തയായി, ഒരു വലിയ ദുരന്ത വാർത്തയായി മാറുന്നു നമ്മുടെ കൺമുന്നിൽ. ഒപ്പം തന്നെ ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട മറ്റ് ചില വിവരങ്ങൾ പങ്കുവച്ചാൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ നാളെ അവിടെ സന്ദർശിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി ഈ അപകട സ്ഥലം സന്ദർശിക്കും, കാരൂരിലെത്തും. അതോടൊപ്പം തന്നെ DMK ഇപ്പോൾ വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെ, പോലീസ് ഉൾപ്പെടെ നൽകിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ നടത്തിയിട്ടുള്ള ഈ റാലി, ആ റാലിയെ തുടർന്നുണ്ടായ അപകടത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിജയ്ക്ക് മാത്രമാണെന്നും വിജയ് സ്വാഭാവികമായിട്ടും ഈ നരഹത്യയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയ്ക്കെതിരെ അറസ്റ്റ് നടപടി ഉണ്ടാകണമെന്നുമാണ് DMKയുടെ ആവശ്യം. എന്നാലും സെപ്റ്റംബർ 13-ാം തീയതിയാണ് ഈ റാലി ആരംഭിക്കുന്നത്. ഈ റാലി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. തുടർന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ഇത് ആരംഭിക്കുമ്പോൾ വലിയ ആൾക്കൂട്ടം എത്തുകയും അതിനെ തുടർന്ന് ഈ റാലി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പാലിക്കാമെന്ന ഉറപ്പിന്മേലാണ് റാലി പുരോഗമിച്ചത്.
എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കാവുന്ന വിവരങ്ങൾ അനുസരിച്ച് വിലയിരുത്തിയാൽ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. 25 ഇനം നിർദ്ദേശങ്ങളാണ്. അതായത് ഈ റാലിയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് TVKയോട് ആവശ്യപ്പെട്ടത് 25 ഇന കാര്യങ്ങൾ പാലിക്കണം ഈ റാലി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ. കാരണം ഈ റാലിയിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരും. നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് കാരൂരിൽ ഇന്നത്തെ പരിപാടിക്ക് 2 ലക്ഷത്തോളം പേരാണ് എത്തിയത് എന്നാണ് അനൗദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്ന കണക്ക്. അതായത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് 2 ലക്ഷത്തിലേറെ പേർ എത്തിച്ചേരുമ്പോൾ ആ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലവും അതിൻ്റെ ക്രമീകരണവും ഒരുക്കേണ്ടത്, അത് കണ്ടെത്തേണ്ടത്, അതിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഈ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. പോലീസ് ഇതിനോടകം തന്നെ ഇത് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് 25 ഇനങ്ങളായി തിരിച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ വേണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ആ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതുമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി നമുക്ക് അവശേഷിക്കുന്നത്. അതല്ലാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതും TVK വിശദീകരിക്കേണ്ടി വരും. പക്ഷേ അത്തരം വിശദീകരണങ്ങളിലൊക്കെ പോകുന്നതിന് മുൻപ് നമ്മുടെ കൺമുന്നിൽ കാണുന്ന അവിടുത്തെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ ഒരാൾക്കും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യർ, കുട്ടികൾ, അമ്മമാരോടൊപ്പം മരിച്ചു കിടക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് സ്വാതി. അതായത് മനുഷ്യൻ വലിയ തരത്തിൽ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും ഗർഭിണികളുമായ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. തമിഴ്നാട്ടിലെ ആരോഗ്യവകുപ്പിൻ്റെ മിനിസ്റ്റർ MA സുബ്രഹ്മണ്യൻ തന്നെ നൽകിയിട്ടുള്ള പ്രതികരണം, ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 16 സ്ത്രീകൾ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. 6 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. അതായത് വലിയ അപകടം നടന്നിരിക്കുന്നു. നാമക്കലിൽ, കാരൂരിൽ വലിയ അപകടം നടന്നിരിക്കുന്നു. നാമക്കലിൽ നിന്നുള്ള യാത്ര ആരംഭിച്ച് അത് കാരൂരിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം വീക്കെൻഡാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീക്കെൻഡ് ദിവസത്തിൽ സ്വാഭാവികമായിട്ടും തൊഴിലൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ കാണാൻ ആളുകൾ എത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ പരിപാടിക്ക് ആൾ കൂടുതലായിരിക്കുമെന്നതിൽ നേരത്തെ തന്നെ നമുക്ക് മുൻപിൽ ഉദാഹരണങ്ങളുമുണ്ട്. TVKയുടെ തന്നെ കഴിഞ്ഞ റാലികൾ, അത് തിരുച്ചിറപ്പള്ളിയിൽ നടന്നതായിക്കോട്ടെ, തിരുവാലൂരിൽ നടന്നതായിക്കോട്ടെ, നാഗയിൽ നടന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അരിയാലൂരിൽ നടന്നതായിക്കോട്ടെ, ആ റാലികളിലൊക്കെ തന്നെ കൃത്യമായ വലിയ ആൾക്കൂട്ടം എത്തിയിരുന്നു. തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസിനോ അല്ലെങ്കിൽ TVKക്കോ പോലും അവരുടെ പ്രവർത്തകർക്കോ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ആൾക്കൂട്ടം എത്തുകയും അവരുടെ വൈകാരിക പ്രകടനങ്ങളൊക്കെ തന്നെ പലതും നമ്മൾ കണ്ടതാണ്. പല ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. അത്തരത്തിൽ ഉള്ള ഒരു റാലി നടത്തുമ്പോൾ അതിന് 2 ലക്ഷത്തിലേറെ പേർ എത്തുന്ന ഒരു പ്രദേശത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് ആ പാർട്ടിയുടെ കൂടി ചുമതലയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ അവർ ആ ക്രമീകരണം നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇനി പുറത്തു വരേണ്ടത്. പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടം ഇത്ര വലിയ അപകടമായി മാറിയത്. അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ നടത്തിയിട്ടുള്ള ഈ റാലി, ആ റാലിയിൽ നടത്തിയതിനും ഈ 40-ലേറെ പേരുടെ ജീവൻ അപഹരിച്ച തരത്തിലേക്ക് ഈ റാലി മാറുന്ന തരത്തിൽ അതിൽ നേതൃത്വം നൽകിയതിനും വിജയ്ക്കെതിരെ അറസ്റ്റ് നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ DMK മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായാൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത്രയും എമർജൻസിയായി ഇടപെടണമെന്ന് പറയണമെങ്കിൽ ആ അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. നിലവിൽ അത്രയും ആഴത്തിലുള്ള അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ച അപകടമാണ്, തിക്കും തിരക്കുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. 2 ലക്ഷത്തിലേറെ പേരാണ് കാരൂരിൽ സജ്ജീകരിച്ചിരുന്ന ആ റാലി സമാപിക്കേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാനോ അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞിരുന്നില്ല. നമുക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് ആദ്യം ഈ പ്രശ്നം അനുഭവപ്പെടുമ്പോൾ, അതായത് വിജയ് വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ആളുകൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയത്. ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും പോലീസിന് ഇടപെട്ടുകൊണ്ട് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഈ വസ്തുത. ആ വസ്തുത മുൻനിർത്തിക്കൊണ്ട് തന്നെ വിജയ് മൈക്കിലൂടെ അവരെ സഹായിക്കാൻ പോലീസ് ഇടപെടണം എന്നാവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ
പോലീസിനെ കൊണ്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവിടെ ആൾക്കൂട്ടം ജനസഞ്ചയം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ ആഘാതം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലൊരു ആഘാതം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രത്യാശ മാത്രമാണ് പങ്കുവയ്ക്കാൻ കഴിയുക. എന്തായാലും നിലവിൽ 40 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്.